ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മലബാറിന്റെ സമഗ്ര ടൂറിസം വളർച്ച ലക്ഷ്യമാക്കി സംസ്ഥാന സർക്കാർ സമഗ്ര ടൂറിസം വികസന പദ്ധതി നടപ്പിലാക്കണമെന്ന് MK രാഘവൻ MP. ഓണത്തിരക്ക് കണക്കിലെടുത്ത് ബേപ്പൂരിൽ സഞ്ചാരികൾക്കായി സുരക്ഷിത ബോട്ട് സർവീസ് ഒരുക്കണമെന്ന് പോർട്ട് ഓഫീസർ നിർദ്ദേശം നൽകി. രാജ്യാന്തര നിലവാരത്തിലുള്ള ചെസ് പരിശീലന അക്കാദമി കോഴിക്കോട്ട് ഒരുങ്ങുന്നു. വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികൾ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. മലബാറിന്റെ സമഗ്ര ടൂറിസം വളർച്ച ലക്ഷ്യമാക്കി കേന്ദ്ര ടൂറിസം വകുപ്പുമായി സഹകരിച്ച് സംസ്ഥാന സർക്കാർ സമഗ്ര ടൂറിസം വികസന പദ്ധതി നടപ്പിലാക്കണമെന്ന് MK രാഘവൻ MP. മലബാർ ടൂറിസം കൗൺസിൽ സംഘടിപ്പിച്ച മലബാർ ടൂറിസം മീറ്റ് 2025 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MP. ഹോട്ടൽ ടിആർഐയിലായിരുന്നു മലബാർ ടൂറിസം കൗൺസിൽ സംഘടിപ്പിച്ച മലബാർ ടൂറിസം മീറ്റ് സംഘടിപ്പിച്ചത്. MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. മലബാറിന്റെ സമഗ്ര ടൂറിസം വളർച്ച ലക്ഷ്യമാക്കി കേന്ദ്ര ടൂറിസം വകുപ്പുമായി സഹകരിച്ച് സംസ്ഥാന സർക്കാർ സമഗ്ര ടൂറിസം വികസന പദ്ധതി നടപ്പിലാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്റെ നിർദ്ദേശം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരുപാട് പ്രോജക്റ്റുകളുണ്ട്, നമ്മുടെ മുമ്പിൽ സ്കീമുകളുണ്ട്. അഡ്വഞ്ചർ ടൂറിസം ഉണ്ട്, ലിറ്റററി ടൂറിസം ഉണ്ട്, റെസ്പോൺസിബിൾ ടൂറിസം ഉണ്ട്, വെൽനസ് ടൂറിസം ഉണ്ട്, മെഡിക്കൽ ടൂറിസം ഉണ്ട്, അതുപോലെ എടുത്തു പറയാൻ സാധിക്കാവുന്ന ഹെറിറ്റേജ് ടൂറിസം ഉണ്ട്. ഇതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് മലബാറിന് വേണ്ടി മാത്രം ഒരു സമഗ്രമായ പദ്ധതിക്ക് രൂപം നൽകാൻ സംസ്ഥാന വിനോദ വകുപ്പും ഗവൺമെന്റും മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് സന്ദർഭത്തിൽ ഇവിടെ അഭ്യർത്ഥിക്കാറുള്ളത്. ചടങ്ങിൽ മലബാർ ടൂറിസം കൗൺസിൽ പ്രസിഡന്റ് സജീർ പടിക്കൽ അധ്യക്ഷനായി. കേരള ട്രാവൽ മാർട്ട് പ്രസിഡന്റ് ജോസ് പ്രദീപ്, മലബാർ ചേംബർ പ്രസിഡന്റ് നിത്യാനന്ദ് കമ്മത്ത്, രജീഷ് രാഘവൻ, അഷ്റഫ് വെള്ളാങ്കിൽ വളാഞ്ചേരി, അബു ജുനൈദ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. എക്സലൻസ് അവാർഡുകൾ അബ്ബാസ് പുളിമൂട്ടിൽ, K മോഹൻ, യസീർ അറഫാത്ത് എന്നിവർ ഏറ്റുവാങ്ങി. തുടർന്ന് പാനൽ ചർച്ച നടത്തി. സമാപന സമ്മേളനം മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. MTM 2027 വിഷൻ രജീഷ് രാഘവൻ അവതരിപ്പിച്ചു. ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് CP മൂസ മേയറിൽ നിന്നും ഏറ്റുവാങ്ങി. സുനിൽ കുമാർ, ദിലീപ് കുമാർ, K മനോജ് കുമാർ, ജുബൈർ, ഷിജിൻ പറമ്പത്ത്, റഫീഖ്, TPM ഹാഷിർ അലി, ട്രഷറർ യാസിർ അറഫാത്ത് എന്നിവർ സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഓണത്തിരക്ക് കണക്കിലെടുത്ത് ബേപ്പൂരിൽ സഞ്ചാരികൾക്കായി സുരക്ഷിത ബോട്ട് സർവീസ് ഒരുക്കുന്നതിന് ശ്രദ്ധിക്കണമെന്ന് പോർട്ട് ഓഫീസർ. നിയമാനുസൃതമുള്ള നിർദ്ദേശങ്ങൾ പാലിക്കാത്ത ബോട്ടുകളുടെ പേരിൽ നടപടിയെടുക്കുമെന്നും പോർട്ട് ഓഫീസർ മുന്നറിയിപ്പ് നൽകി. ഓണത്തോടനുബന്ധിച്ചുണ്ടായേക്കാവുന്ന വിനോദസഞ്ചാരികളുടെ തിരക്ക് കണക്കിലെടുത്ത് ബേപ്പൂരിൽ സുരക്ഷിത ബോട്ട് സർവീസ് ഒരുക്കുന്നതിന് എല്ലാ ബോട്ടുകളും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പോർട്ട് ഓഫീസർ നിർദ്ദേശിച്ചു. സുരക്ഷാ മാനദണ്ഡങ്ങൾ സാധുവായ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, സർവേ സർട്ടിഫിക്കറ്റ്, ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ്, നിയമാനുസൃത മറ്റു രേഖകൾ എന്നിവ ഇല്ലാതെ ബോട്ടുകൾ സർവീസ് നടത്തരുത്. നിയമം അനുശാസിക്കുന്ന ഗുണനിലവാരമുള്ള ലൈഫ് ജാക്കറ്റുകൾ എല്ലാ യാത്രക്കാരും ധരിക്കണം. ഇക്കാര്യം ബോട്ടുടമയും ജീവനക്കാരും ഉറപ്പുവരുത്തണം. മതിയായ യോഗ്യതയുള്ള ജീവനക്കാർ മാത്രമേ ജലയാനം പ്രവർത്തിപ്പിക്കാൻ പാടുള്ളൂ എന്നും ഓരോ ബോട്ടിനും അനുവദനീയമായ എണ്ണം യാത്രക്കാരെ മാത്രമേ കയറ്റാവൂ എന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. ബോട്ടിൽ അനുവദനീയമായ യാത്രക്കാരുടെ എണ്ണം ഇംഗ്ലീഷിലും മലയാളത്തിലും സഞ്ചാരികൾക്ക് കാണത്തക്ക വിധം പ്രദർശിപ്പിക്കണം. ഓരോ യാത്രയ്ക്കും മുൻപായി ജലവാഹനത്തിന്റെ സുരക്ഷ, പ്രവർത്തനക്ഷമത എന്നിവ ഉറപ്പുവരുത്തണമെന്നും നിർദ്ദേശങ്ങൾ പാലിക്കാത്ത ജലവാഹനങ്ങളുടെ പേരിൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും തുറമുഖ അധികൃതർ അറിയിച്ചു. മതിയായ സുരക്ഷ ഇല്ലാതെയും അനുവദിച്ചതിലും കൂടുതൽ യാത്രക്കാരെ കയറ്റി സർവീസ് നടത്തുന്നതുമായ ബോട്ടുകളുടെ വിവരം
0495 241 4039 എന്ന നമ്പറിൽ അറിയിക്കാം. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. ബേപ്പൂർ ടി.കെ. മുരളീധര പണിക്കരുടെ 3 നോവലുകളുടെ പ്രകാശനവും റെറ്റിന പബ്ലിക്കേഷൻസ് ഉദ്ഘാടനവും കോഴിക്കോട്ട് നടന്നു. 2 പുസ്തകങ്ങളുടെ പ്രകാശന കർമ്മവും റെറ്റിനയുടെ ഉദ്ഘാടനവും മുൻ ഗോവ ഗവർണർ അഡ്വക്കേറ്റ് P.S. ശ്രീധരൻപിള്ള നിർവഹിച്ചു. കൊലപാതകത്തെ ആത്മഹത്യയാക്കി മാറ്റിയ സംഭവകഥയിൽ നിന്നും പൊള്ളുന്ന യാഥാർത്ഥ്യം തുറന്നുകാട്ടുന്ന ചുരുളഴിയാതെ, പരാജയങ്ങളോട് എങ്ങനെ സമീപിക്കാമെന്ന് തിരിച്ചറിവ് നൽകുന്ന ജീവൻ, ശുദ്ധപ്രണയത്തിന്റെ ഇഴയടുപ്പം ആഴത്തിൽ പതിയുന്ന ഉറങ്ങാത്ത കണ്ണുകൾ എന്നീ നോവലുകളാണ് വേദിയിൽ പ്രകാശനം ചെയ്തത്. ഈ നോവൽ പ്രസിദ്ധീകരിക്കുന്നതിലൂടെ റെറ്റിന പബ്ലിക്കേഷനും പിറന്നു. ഹോട്ടൽ അളകാപുരിയിൽ നടന്ന ചടങ്ങിൽ മുൻ ഗോവ ഗവർണർ P.S. ശ്രീധരൻപിള്ള ചുരുളഴിയാതെ, ജീവൻ എന്നിവ ചലച്ചിത്ര തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ളയ്ക്ക് നൽകി പ്രകാശനം ചെയ്തു. പബ്ലിക്കേഷന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. റെറ്റിന പബ്ലിക്കേഷൻ തന്നെ ഗാനിയ മെഹർ മുൻകൈയെടുത്ത് ഉള്ളതാണെന്നാണ് ഞാനിപ്പം എൻ്റെ സുഹൃത്ത് മുരളീധര പണിക്കരോട് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ അതിൻ്റെ തുടക്കം സർവശക്തനായ ദൈവം എല്ലാവിധ നന്മയും അവർക്ക് പ്രദാനം ചെയ്യട്ടെ, നല്ലൊരു പ്രസാദക സംരംഭമായി അത് മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും അതിൻ്റെ തുടക്കം കുറിച്ചതായി നിങ്ങളെല്ലാം അറിയിക്കുകയും ചെയ്യുകയാണ്. ഉറങ്ങാത്ത കണ്ണുകൾ എന്ന പുസ്തകം സംസ്കാര സാഹിതി ജില്ലാ ചെയർമാൻ കാവിൽ P. മാധവൻ ജീവൻ TV വാർത്താ അവതാരക സ്വീറ്റി ബർണാഡിന് നൽകി പ്രകാശനം ചെയ്തു. എഴുത്തുകാരൻ ശ്രീധരനുണ്ണി അധ്യക്ഷനായി. ലത്തീഫ് പറമ്പിൽ പുസ്തകം പരിചയപ്പെടുത്തി. ബേപ്പൂർ ടി.കെ. മുരളീധര പണിക്കർ, റെറ്റിന പബ്ലിക്കേഷൻ CEO ഗാനിയ മെഹർ മന്നിയിൽ, ഡോക്ടർ M.P. പത്മനാഭൻ, അനീസ് ബഷീർ, ലിസ സുജിതൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ആരെവിടെ ഇത്തവണത്തെ ഓണം ഓഫറുകൾ കേൾക്കട്ടെ. കേൾക്കാനൊന്നുമില്ല മഹാരാജൻ, എന്നത്തെയും പോലെ നിക്ഷാനിലെ ഓണക്കോടീശ്വരനാണ് ട്രെൻഡിങ്. 75% വരെ വിലക്കുറവിനൊപ്പം നിരവധി സമ്മാനങ്ങളും. ബമ്പർ പ്രൈസ് ഒരു മഹീന്ദ്ര BE6 കാർ, സെക്കൻഡ് പ്രൈസ് 2 ഹാർലി ഡേവിഡ്സൺ ബൈക്കുകൾ, തേർഡ് പ്രൈസ് 4 ഏത്തർ റിസ്റ്റ സ്കൂട്ടറുകൾ. കമ്പനികൾ നൽകുന്ന കോടിക്കണക്കിന് രൂപയുടെ ഓഫറുകൾക്ക് പുറമെ നിക്ഷാൻ നൽകുന്ന മറ്റ് ഓഫറുകളും അവിടെ കെങ്കേമമാണ്. ഓഹോ, എന്നാൽ ഞാനും പോകട്ടെ നിക്ഷാനിലേക്ക്. പരിധികളില്ലാതെ മുന്നേറാൻ നിങ്ങളോടൊപ്പമുണ്ട് BMH. ഫ്രീഡം ടു മൂവ് ക്യാമ്പയിനിന്റെ ഭാഗമായി കോഴിക്കോട് BMHൽ അത്യാധുനിക റോബോട്ടിക് കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, സാധാരണ കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ അതേ ചിലവിൽ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9061122266. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. ഖാദി ഓണം മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ മിനിസ്റ്റേഴ്സ് ഖാദി, അജ്രക്, ബാത്തിക്, സിൽക്ക് സാരികൾ, കലംകരി, പ്രിന്റഡ് തുടങ്ങിയ മസ്ലിൻ സാരികൾ, ഷർട്ട് പീസുകൾ, കുപ്പടം തോത്തികൾ, ബെഡ്ഷീറ്റുകൾ, ചുരിദാറുകൾ, പരവതാനികൾ, ഉന്നം നിറച്ച കിടക്കുകൾ, റെഡിമെയ്ഡുകൾ, ലുങ്കികൾ, കരകൗശല വസ്തുക്കൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, ഗ്രോസറി ഉൽപ്പന്നങ്ങൾ, ഫർണിച്ചറുകൾ, കാർപ്പറ്റുകൾ, ചൂരൽ കസേരകൾ, പാലക്കാടൻ മൺപാത്രങ്ങൾ, കറിക്കത്തികൾ, പച്ചക്കറി വിത്തുകൾ, വളങ്ങൾ, അലങ്കാര ചെടികൾ, ആയുർവേദ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, മൂല്യവർദ്ധിത തേൻ ഉൽപ്പന്നങ്ങൾ, ഖാദി തുണിത്തരങ്ങൾക്ക് 30% ഗവൺമെന്റ് റിബേറ്റും, ലെതർ ഉൽപ്പന്നങ്ങൾ, ചെരിപ്പുകൾ, ഫർണിച്ചറുകൾ, കരകൗശല വസ്തുക്കൾ എന്നിവയ്ക്ക് 10% കിഴിവും, സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ ബാങ്ക് ജീവനക്കാർക്ക് പലിശരഹിത ക്രെഡിറ്റ് സൗകര്യവും. ഖാദി ഓണം മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് സ്റ്റാഫ് കൗൺസിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ബാങ്ക് ചെയർപേഴ്സൺ പ്രീമ മനോജ് ഉദ്ഘാടനം നിർവഹിച്ചു.
കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് സ്റ്റാഫ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികൾ നടന്നു. പൂക്കള മത്സരം, തിരുവാതിര, ഫ്യൂഷൻ ഡാൻസ്, ബിസ്ക്കറ്റ് തീറ്റ, ബോൾ, ഗ്ലാസ്, വാട്ടർ മത്സരങ്ങൾ, ഓണപ്പാട്ട്, ഓണസദ്യ, കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ, പഞ്ചഗുസ്തി മത്സരം, തീറ്റ മത്സരം തുടങ്ങിയ മത്സരങ്ങളിൽ ജീവനക്കാർ ഒന്നടങ്കം അണിനിരന്നു. ബാങ്ക് ചെയർപേഴ്സൺ പ്രീമ മനോജ് ഭദ്രദീപം തെളിയിച്ച് പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാ മലയാളികളും ഓണത്തെ വരവേൽക്കാൻ തയ്യാറായി നിൽക്കുന്നു. നല്ലോണം, തിരുവോണം, പൊന്നോണം എന്നാണല്ലോ. ഇന്ന് ബാങ്കിൻ്റെ മുറ്റത്ത് എല്ലാ ജീവനക്കാരും ഒത്തൊരുമിച്ച് ഈ വർഷത്തെ ഓണം ആഘോഷിക്കുകയാണ്. എല്ലാവർക്കും ഐശ്വര്യവും സമൃദ്ധിയും ഒത്തൊരുമയും എല്ലാം നേർന്നുകൊണ്ട് ചടങ്ങിൽ സ്റ്റാഫ് കൗൺസിൽ പ്രസിഡന്റ് ഫൗസിയ PP അധ്യക്ഷത വഹിച്ചു. ബാങ്ക് ഡയറക്ടർ അഡ്വക്കേറ്റ് KT രാമചന്ദ്രൻ ഓണദിന സന്ദേശം നൽകി. ബാങ്ക് വൈസ് ചെയർമാൻ K ശ്രീനിവാസൻ, ഡയറക്ടർമാരായ അഡ്വക്കേറ്റ് TM വേലായുധൻ, അഡ്വക്കേറ്റ് A ശിവദാസ്, PM ജയപ്രകാശ്, A അബ്ദുൾ അസീസ്, KT ബീരാൻകോയ, അസിസ്റ്റന്റ് ജനറൽ മാനേജർ രാകേഷ് K, നന്ദു KP, ജനറൽ മാനേജർ സാജു ജെയിംസ് എന്നിവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും ഗെയിമുകളും ഓണസദ്യയൊക്കെ ആയിട്ട് ഇന്ന് കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കിന്റെ എല്ലാ ജീവനക്കാരും ഇന്നിവിടെ ഒത്തുകൂടുകയാണ്. എല്ലാവർക്കും ഓണാശംസകൾ. പരിപാടിക്ക് സ്റ്റാഫ് കൗൺസിൽ സെക്രട്ടറി K അൻവർ ഷാദ്, രാകേഷ് കായലം തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. രാജ്യാന്തര നിലവാരത്തിലുള്ള ചെസ് അക്കാദമി കോവൂർ വെള്ളിമാടുകുന്ന് റോഡിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. രാജ്യാന്തര റേറ്റഡ് ചെസ് താരം MC മനോജിന്റെ നേതൃത്വത്തിലാണ് ചെസ് പരിശീലന കേന്ദ്രം ആരംഭിക്കുന്നത്. കുട്ടികൾ ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി സ്റ്റേറ്റ് ആർബിറ്റർ, നാഷണൽ ആർബിറ്റർ, ഫിഡെ ആർബിറ്റർ തുടങ്ങിയ പരിപാടികളൊക്കെ ഇന്ത്യയിലെ പ്രഗത്ഭന്മാരെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കുവാനും അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുവാനും എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു അക്കാദമിയാണ് ഇവിടെ ഇന്ന് രൂപകൽപ്പന ചെയ്ത് ഈ 31-ാം തീയതി മേയർ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഈ ചെസ് അക്കാദമി. അതോടൊപ്പം തന്നെ നമ്മൾ അന്ന് വുമൻസ് ചാമ്പ്യൻഷിപ്പ്, രാവിലെ കോഴിക്കോട് ജില്ലാ വുമൻസ് ചാമ്പ്യൻഷിപ്പും പിറ്റേന്ന് സെപ്റ്റംബർ 1-ാം തീയതി ഫിഡെ റാപ്പിഡ് ചാമ്പ്യൻഷിപ്പും ഇതേ വെന്യൂവിൽ വെച്ച് നമ്മൾ നടത്തപ്പെടുന്നുണ്ട്. രാജ്യാന്തര റേറ്റഡ് ചെസ് താരം MC മനോജിന്റെ നേതൃത്വത്തിൽ കോവൂർ വെള്ളിമാടുകുന്ന് റോഡിൽ രാജ്യാന്തര ചെസ് പരിശീലന കേന്ദ്രം വരുന്നു. 200 പേർക്ക് ചെസ് പരിശീലനത്തിനും മറ്റ് മത്സരങ്ങൾ നടത്താനും പറ്റിയ രീതിയിലാണ് അക്കാദമി സജ്ജീകരിച്ചിരിക്കുന്നത്. ഡിജിറ്റൽ ഉപകരണങ്ങളുടെ അമിത ഉപയോഗത്താലും മറ്റ് മാനസികാരോഗ്യം നഷ്ടപ്പെടുത്തുന്ന തലമുറയെക്കുറിച്ച് രക്ഷിതാക്കൾ വേവലാതിപ്പെടുന്ന ഈ കാലത്ത് കുട്ടികൾക്ക് ആത്മവിശ്വാസവും ശുഭാപ്തി വിശ്വാസവും തിരിച്ചു കൊണ്ടുവരുവാൻ കളികളിലൂടെ മാത്രമേ കഴിയൂ എന്ന തിരിച്ചറിവിലാണ് പ്രകൃതിയോട് ഇണങ്ങിയ ഈ അക്കാദമിക്ക് രൂപം നൽകിയതെന്ന് MC മനോജ് പറഞ്ഞു. 31 വൈകിട്ട് 4 മേയർ ബീന ഫിലിപ്പ് അക്കാദമി ഉദ്ഘാടനം ചെയ്യും. MLA തോട്ടത്തിൽ രവീന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ചെസ് ഇന്റർനാഷണൽ മാസ്റ്റർ K രത്നാകരൻ അടക്കം ഒട്ടേറെ രാജ്യാന്തര റേറ്റഡ് ചെസ് താരങ്ങളും സംസ്ഥാന ചെസ് അസോസിയേഷൻ ഭാരവാഹികളും ഉദ്ഘാടനത്തിൽ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ചെലവൂർ കളാണ്ടിത്താഴം ദർശനം ഗ്രന്ഥശാല 30-ാം വാർഷികാഘോഷ വിളംബരം നടത്തി. കവിയും ചലച്ചിത്ര ഗാനരചയിതാവും ദർശനം മുഖ്യ രക്ഷാധികാരിയുമായ PK ഗോപി പുസ്തകങ്ങൾ സ്കൂളിന് കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാലയ ഗ്രന്ഥശാലകളിലേക്കും അമ്മ വായനമുറികളിലേക്കും പുസ്തകങ്ങൾ സംഭാവന ചെയ്താണ് കാളാണ്ടിത്താഴം ദർശനം ഗ്രന്ഥശാലയുടെ 30-ാം വാർഷികാഘോഷ വിളംബരം സംഘടിപ്പിച്ചത്. കവിയും ചലച്ചിത്ര ഗാനരചയിതാവും ദർശനം മുഖ്യ രക്ഷാധികാരിയുമായ PK ഗോപി ദേവഗിരി സേവിയോ ഹൈസ്കൂൾ വൈസ് പ്രിൻസിപ്പൽ സാജു ജോസഫിന് 5645 രൂപയുടെ 37 പുസ്തകങ്ങൾ കൈമാറി ഉദ്ഘാടനം ചെയ്തു. ദർശനം സാംസ്കാരിക സമിതിയുടെ 30-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്ന ഈ പ്രചരണ പരിപാടി, പുസ്തക പ്രചരണം, അതിന് വേണമല്ലോ ഒരു പ്രചാരമൊക്കെ അല്ലേ.
പുസ്തകം വായിക്കണം ആളുകൾ. വായിക്കുമ്പോഴാണ് അത് സാക്ഷാത്കൃതമാകുന്നത്. ചരിത്രവും ജ്ഞാനവും മനുഷ്യായുസ്സും എല്ലാം വിശുദ്ധമാകുന്നത് വായനയോടെയാണ്. ഞങ്ങൾ ഈ സൽകൃത്യം തുടരുക തന്നെയാണ്. ദർശനം പ്രസിഡന്റ് പി സിദ്ധാർത്ഥൻ അധ്യക്ഷനായി. സംഘാടക സമിതി ജനറൽ കൺവീനർ കൊല്ലറയ്ക്കൽ സതീശൻ, മറ്റ് ഭാരവാഹികളായ കെ എം ശ്രീനിവാസൻ, പി ടി സന്തോഷ് കുമാർ, പി ജസീലുദ്ദീൻ, വനിതാവേദി പ്രവർത്തകരായ ജിഷി സുനിൽകുമാർ, മിനി ജോസഫ്, ഷീബ, സേവിയോ HSSലെ അധ്യാപികയും എഴുത്തുകാരിയുമായ രേഷ്മ അക്ഷരി, ജസ്റ്റിൻ സേവ്യർ, സെബി, ശരത്ത് എന്നിവർ നേതൃത്വം നൽകി. വാർഷികം നടത്താനുള്ള പൈസ സ്വരൂപിച്ച് അവിടെ പരിപാടികൾ നടത്തുന്നതിനൊപ്പം അതിന്റെ ഒരു ഗുണഫലം നമ്മുടെ സമൂഹത്തിലെ എല്ലാ വിഭാഗം കുട്ടികളിലും ജനങ്ങളിലും എത്തിക്കാൻ ഉപകരിക്കുന്ന രീതിയിലാണ് ഈ പരിപാടി ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. മാതൃഭൂമി ബുക്സ്, പൂർണ്ണ, ഒലിവ്, ചിന്ത, പീപ്പിൾസ് റിവ്യൂ, DC ബുക്സ്, പ്രഭാത് ബുക്ക് ഹൗസ്, ലിപി, ഹരിതം, സ്വതന്ത്ര എന്നീ പ്രസാധകരുടെ മികച്ച ഗ്രന്ഥങ്ങളാണ് കൈമാറിയത്. ദർശനം ഗ്രന്ഥശാലയുടെ പ്രവർത്തന പരിധിയിലെ ഗവൺമെന്റ് ഹൈസ്കൂളുകൾ, ഗവൺമെന്റ് LP UP, എയ്ഡഡ് LP വിദ്യാലയങ്ങളിലെ അമ്മ വായനമുറികളിലേക്കും ഒരു വർഷം നീണ്ടുനിൽക്കുന്ന ആഘോഷ ദിനങ്ങളിൽ പുസ്തകങ്ങൾ സംഭാവന ചെയ്യും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ആരെവിടെ ഇത്തവണത്തെ ഓണം ഓഫറുകൾ കേൾക്കട്ടെ. കേൾക്കാനൊന്നുമില്ല മഹാരാജൻ, എന്നത്തെയും പോലെ നിക്ഷാനിലെ ഓണക്കോടീശ്വരനാണ് ട്രെൻഡിങ്. 75% വരെ വിലക്കുറവിനൊപ്പം നിരവധി സമ്മാനങ്ങളും. ബമ്പർ പ്രൈസ് ഒരു മഹീന്ദ്ര BE6 കാർ, സെക്കൻഡ് പ്രൈസ് 2 ഹാർലി ഡേവിഡ്സൺ ബൈക്കുകൾ, തേർഡ് പ്രൈസ് 4 ഏത്തർ റിസ്റ്റ സ്കൂട്ടറുകൾ. കമ്പനികൾ നൽകുന്ന കോടിക്കണക്കിന് രൂപയുടെ ഓഫറുകൾക്ക് പുറമെ നിക്ഷാൻ നൽകുന്ന മറ്റ് ഓഫറുകളും. അവിടെ കെങ്കേമോണ്. ഓഹോ, എന്നാൽ ഞാനും പോകട്ടെ നിക്ഷാനിലേക്ക്. പരിധികളില്ലാതെ മുന്നേറാൻ നിങ്ങളോടൊപ്പമുണ്ട് BMH. ഫ്രീഡം ടു മൂവ് ക്യാമ്പയിനിന്റെ ഭാഗമായി കോഴിക്കോട് BMHൽ അത്യാധുനിക റോബോട്ടിക് കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, സാധാരണ കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ അതേ ചിലവിൽ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9061122266. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്. Bobby Chamanur International Jeweler. ഖാദി ഓണം മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ മിനിസ്റ്റേഴ്സ് ഖാദി, അജ്രക്, ബാത്തിക്, സിൽക്ക് സാരികൾ, കലംകരി, പ്രിന്റഡ് തുടങ്ങിയ മസ്ലിൻ സാരികൾ, ഷർട്ട് പീസുകൾ, കുപ്പടം തോത്തികൾ, ബെഡ്ഷീറ്റുകൾ, ചുരിദാറുകൾ, പരവതാനികൾ, ഉന്നം നിറച്ച കിടക്കുകൾ, റെഡിമെയ്ഡുകൾ, ലുങ്കികൾ, കരകൗശല വസ്തുക്കൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, ഗ്രോസറി ഉൽപ്പന്നങ്ങൾ, ഫർണിച്ചറുകൾ, കാർപ്പറ്റുകൾ, ചൂരൽ കസേരകൾ, പാലക്കാടൻ മൺപാത്രങ്ങൾ, കറിക്കത്തികൾ, പച്ചക്കറി വിത്തുകൾ, വളങ്ങൾ, അലങ്കാര ചെടികൾ, ആയുർവേദ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, മൂല്യവർദ്ധിത തേൻ ഉൽപ്പന്നങ്ങൾ, ഖാദി തുണിത്തരങ്ങൾക്ക് 30% ഗവൺമെന്റ് റിബേറ്റും, ലെതർ ഉൽപ്പന്നങ്ങൾ, ചെരിപ്പുകൾ, ഫർണിച്ചറുകൾ, കരകൗശല വസ്തുക്കൾ എന്നിവയ്ക്ക് 10% കിഴിവും, സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ ബാങ്ക് ജീവനക്കാർക്ക് പലിശരഹിത ക്രെഡിറ്റ് സൗകര്യവും. ഖാദി ഓണം മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ആർട്ട് ഗാലറി സൗഹൃദ കൂട്ടായ്മ പുസ്തക ചർച്ചയും ഹ്രസ്വ സിനിമാ പ്രദർശനവും നടത്തി. സാഹിത്യ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ ചർച്ചയിൽ പങ്കെടുത്തു. കോഴിക്കോട് കൈരളി ശ്രീ വേദി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ മുഹമ്മദ് റാഫി NV രചിച്ച ചെറുകഥാ സമാഹാരം പ്രാവുകളുടെ ഭൂപടമാണ് ചർച്ച ചെയ്തത്. ബിനോയ് V സംവിധാനം ചെയ്ത ട്യൂണിംഗ് പെഗ്സ് എന്ന സിനിമയും പ്രദർശിപ്പിച്ചു. സാഹിത്യകാരൻ VR സുധീഷ്, സുനിൽ അശോകപുരം, നവീൻ രാജ്, ഷജിൽ, KEN തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. മഹാത്മാ അയ്യങ്കാളിയുടെ മലയാളത്തിൻ്റെ സ്പാർട്ടക്കസ് എന്ന് എന്തുകൊണ്ടും വിളിക്കാവുന്ന അദ്ദേഹത്തിൻ്റെ സ്മരണകൾ ഇരമ്പും എന്ന കാര്യം ഉറപ്പാണ്. പ്രത്യേകിച്ച് ഈ കൃതിയെക്കുറിച്ച് പറയുന്നതിൽ ഓർമ്മകളുടെ ഒരു സമാഹാരം കൂടിയാണ്. റാഫി മാഷ് എന്ത് എഴുതുമ്പോഴും അതിൽ ഈ ഓർമ്മകളുടെ ഒരു ഒത്തുചേരലുണ്ട്, ഒരു സമ്മേളനമുണ്ട്. അത് അഖിലേന്ത്യാ സമ്മേളനമാണോ സംസ്ഥാന സമ്മേളനമാണോ
ജില്ലാ സമ്മേളനമാണോ എന്ന് ഈ കൃതി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഞാനതിനെ കാണുന്നത് അഖിലേന്ത്യ എന്ന് പോലും പറഞ്ഞാൽ മതിയാവില്ല, അത് ഒരു സാർവദേശീയ സ്മരണകളുടെ ഒരു സാർവദേശീയ സമ്മേളനം. ഈ ഒരു പ്രയോഗം നടത്താൻ കടപ്പാട് ദീപക്കാണ്. കാരണം ദീപക് ഒച്ച വെച്ചുകൊണ്ടാണ് എന്ന് വിചാരിച്ച് ഇനി തുടർന്ന് ഒച്ച വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല എന്ന് ഞാൻ ദീപക്കിനെ ഓർമ്മിപ്പിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലവേഴ്സ് ഓഫ് മ്യൂസിക് ഗായക കൂട്ടായ്മ 3ാം വാർഷികത്തോടനുബന്ധിച്ച് സംഗീത സായാഹ്നം നടത്തി. കാലിക്കറ്റ് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് EP മുഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു. ലവേഴ്സ് ഓഫ് മ്യൂസിക് ഗായക കൂട്ടായ്മ 3ാം വാർഷികത്തോടനുബന്ധിച്ച് സംഗീത സായാഹ്നം നടത്തി. കാലിക്കറ്റ് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് EP മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. മലയാള മനോരമ സീനിയർ കോർഡിനേറ്റിംഗ് എഡിറ്റർ അനിൽ രാധാകൃഷ്ണൻ, ഡോക്ടർ TP മെഹറൂഫ് രാജ്, കൂട്ടായ്മ പ്രസിഡന്റ് ഗോപാൽജി, സെക്രട്ടറി KN നൌഷാദ്, ട്രഷറർ സലീൽ പലാക്കിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. സംഗീത സംവിധായകൻ സുനിൽ ഭാസ്കർ, ഗോപാൽജി, നാഗിൻദാസ് എന്നിവരെ ആദരിച്ചു. തുടർന്ന് ഗാനമേള നടന്നു. ഗോപാൽജി, നൌഷാദ്, നഗിൻദാസ്, സലീൽ പാലക്കിൽ, സുന്ദർ രാജ്, സോജ വിക്രം, സതീഷ് കുമാർ, സുന്ദർ രാജലു, സെയ്ദ്, രാകേഷ്, ഇന്ദു സുനിൽ, അനുഷ എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. സന്തോഷ് നിസ്വാർത്ഥ, ആശിഷ്, ദിനേശ്, രാജേഷ് ഡുഡു എന്നിവർ പശ്ചാത്തല സംഗീതമൊരുക്കി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മലബാറിന്റെ സമഗ്ര ടൂറിസം വളർച്ച ലക്ഷ്യമാക്കി സംസ്ഥാന സർക്കാർ സമഗ്ര ടൂറിസം വികസന പദ്ധതി നടപ്പിലാക്കണമെന്ന് MK രാഘവൻ MP. ഓണത്തിരക്ക് കണക്കിലെടുത്ത് ബേപ്പൂരിൽ സഞ്ചാരികൾക്കായി സുരക്ഷിത ബോട്ട് സർവീസ് ഒരുക്കണമെന്ന് പോർട്ട് ഓഫീസർ നിർദ്ദേശം നൽകി. രാജ്യാന്തര നിലവാരത്തിലുള്ള ചെസ് പരിശീലന അക്കാദമി കോഴിക്കോട്ട് ഒരുങ്ങുന്നു. വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.